ഞാനതാ ഡയമണ്ടിന് വേണ്ടി ബെഡ്റോക്കിലേക്ക് മൈൻ ചെയ്യണു. അവിടെ നിന്ന് ഇങ്ങനെ കുഴിച്ച് തരുന്നു. അടിയിലതാ നമ്മളെ ഫസ്റ്റ് ഡയമണ്ട് ഉണ്ട്. അപ്പോൾ അതാ ഇവരൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകുന്നതായി നോക്കട്ടെ. പിന്നെ അതൊന്നും ഇല്ല. ഇതിലും നമ്മുടെ ഈ വേൾഡിൽ ആദ്യത്തെ ഡയമണ്ട് അങ്ങനെ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേഗം ഡയമണ്ടൊക്കെ കുഴിച്ചെടുക്കാം. അത് ഈ സൈഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. സൈഡിലൊക്കെ ആരെങ്കിലും ഡയമണ്ട് ഉണ്ടോ നോക്കാം. അതിന് ഇവിടെ നിന്ന് മാറ്റുമ്പോൾ ലക്കി ഒക്കെ എന്തായാലും ഭാഗ്യമുണ്ട്. ഒന്നൊന്നല്ല, 2 ഉണ്ട്. ഈ സൈഡൊക്കെ ഇനി ഉണ്ടാകുന്നാവും. 3 4 ഇവ എന്തായാലും നല്ല ഭാഗ്യമുണ്ട്. നമുക്ക് 4 ഡയമണ്ട് ഒപ്പുണ്ട്. എൻ്റെ അടിയിലേക്ക് ഉണ്ടോന്നാവും. കുഴിച്ചു വിടുന്നത് ഫസ്റ്റ് ഡയമണ്ട് അടിയിക്കുണ്ട്. 2 3 4 5 6 7 8 പറഞ്ഞ 8 ഡയമണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു സൈഡൊക്കെ ഇടാനൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊന്നും ഇല്ല എന്നുണ്ട്. എന്തായാലും ഇവിടെ എത്തുള്ളൂ ഒന്നുണ്ട്. എന്തായാലും നമുക്ക് വെറുതെ ഈ ഡയമണ്ട് സ്പോൺ ആയതിന് ചുറ്റുമെന്ന് ജസ്റ്റ് ഒന്ന് മൈൻഡ് ചെയ്ത് നോക്കാം. അത് അടുത്തുള്ള സ്റ്റോണുകളൊക്കെ ഒന്ന് പൊട്ടിച്ച് വെക്കാം. ചിലപ്പോൾ ഉണ്ടെങ്കിൽ പറയാൻ പറ്റില്ല. 4 ഭാഗത്ത് സ്റ്റോണൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇവിടെ എന്തായാലും ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഇതിനുള്ളൂ തോന്നുന്നുണ്ട്. അതിൽ നമുക്ക് 8 ഡയമണ്ട് കിട്ടിക്കൊണ്ടുണ്ട്. അതിൽ നമുക്ക് നമ്മുടെ ബാക്കി പണി തുടങ്ങാം. അപ്പോൾ അതങ്ങനെ കുറേ കുഴിച്ച് വെച്ചതാ. അങ്ങനെ അവസാനം നമ്മൾ ബെഡ്റോക്ക് ലെവൽ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് എന്താക്കുക ഡയമണ്ട് മൈൻ ചെയ്യാണ്ട്. ഞാനൊരു സ്ട്രിപ്പ് മൈനാണ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ആദ്യത്തെ 2 അതെ ഫസ്റ്റ് ഒരു നേരെ മൈൻ ചെയ്യാം. കുറച്ച് മൈൻ ചെയ്തിട്ട് എന്താക്കാം, ഇതിൻ്റെ ഈ തൊട്ടടുത്തുള്ള ഈ ബ്ലോക്ക് ഉണ്ടല്ലോ, ഇത് സ്കിപ്പ് ചെയ്യുക. ഒരു ബ്ലോക്കും കൂടി സ്കിപ്പ് ചെയ്യാം. ഈ ബ്ലോക്കിലുള്ളത് ഈ ടണലിലൂടെ പോയാൽ നമുക്ക് കാണാൻ പറ്റും. അതേമാതിരി ഈ ബ്ലോക്കിലുള്ളത് ഇതാ ഇതിൻ്റെ തൊട്ടടുത്തൊരു ടണൽ ഉണ്ടാക്കിയാൽ ആ ബ്ലോക്കിലുള്ളതും ഈ ടണലിലൂടെ കാണാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ഓരോരോ ടണൽ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്താക്കുക ഡയമണ്ട് കിട്ടുമെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് നേരം മൈൻ ചെയ്ത് അപ്പോൾ നമ്മളതിൽ 14 ഡയമണ്ട് ഉണ്ട് ഇപ്പോൾ ടോട്ടല്. പറഞ്ഞാൽ കുറച്ചാണ്, കാരണം ഇവിടെയൊക്കെ ലാവയാണ്. അവിടുന്ന് ആ ഭാഗത്ത് ലാവ, ഈ കിട്ടണ ലാവ, ഇത് പൊട്ടിച്ചാലത് അതിൻ്റെ അപ്പുറത്ത് ലാവ തന്നെയാണ്. കാരണം ഇവിടെയൊക്കെ ഒരു വലിയൊരു ലാവ പൂവുണ്ട്. കണ്ടോ ഇവിടെ ലാവ. ആകെപ്പാടെ അതാ ഇവിടെ നിന്നൊരു ടണൽ മാത്രമേ കുറച്ചെങ്കിലും ദൂരമായി കിട്ടിയത്. അപ്പോൾ ബാക്കിയുള്ള ഡയമണ്ട് അതാ ഇവിടെ നിന്ന് കിട്ടിയത്. ഇതും കുറച്ചിന് അപ്പുറം ഇവിടെ ലാഭമുണ്ട്. എന്ത് ചെയ്യുക വെച്ചാൽ ഇവിടെയൊക്കെ ഒരു ലാവ പൂള് സംഭവമുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മുമ്പിലോട്ട് ആദ്യം മൈൻ ചെയ്യാം. അത് ഈ 2 സൈഡ് ലാവ പൂള് കണക്ട് ചെയ്തുകൊണ്ട് ഇവിടെ കുറച്ച് മുമ്പിലോട്ട് അകത്തേക്ക് പോയി മൈൻ ചെയ്തിട്ട് ഇതുപോലെ സ്ട്രിപ്പ് മൈൻ ചെയ്തുകൊണ്ട് ഡയമണ്ട് കിട്ടും നോക്കാം. ഹലോ ഗായ്സ്, മൈൻക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ബക്ക്റോക്ക് സർവറിലാണ് കളിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമ്മളൊരു സ്റ്റാർട്ടർ പീസ് കിട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ വീഡിയോ ഫുള്ളും കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാൻ ഇവിടെ ഉണ്ടായ ചെറിയ അപ്ഡേറ്റുകൾ പറഞ്ഞുതരാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് ശേഷം ഇവിടെ നല്ല ഗ്രൈൻഡിങ് ആയിരുന്നു ഉണ്ടായി. സ്റ്റോറേജ് ഫുള്ളും നമ്മൾ ഡബിൾ ചെസ്റ്റ് വെച്ച് നിറച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുമ്പിലേക്ക് മറ്റേ ഐറ്റം ഫ്രെയിം വെക്കണം. അപ്പോൾ അതിന് വേണ്ടി കൗനി നമ്മൾ എന്താ ചെയ്തിട്ടുണ്ട്, പുറത്ത്
ചെറിയൊരു ഫാം സെറ്റപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. വീടിൻ്റെ സൈഡിലേക്ക് വന്നാൽ ഇവിടെ ഒരു കോവിൻ്റെ ഷേപ്പിൻ്റെ ചെറിയൊരു ഫാം, ചില ഐറ്റം ഫ്രെയിം ഇട്ടാൻ വേണ്ടി ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ടെമ്പററി ആണ്. ഇത് ആവശ്യം വേണ്ടി നമ്മൾ മാറ്റി വേറെവിടെയെങ്കിലൊക്കെ സെറ്റ് ചെയ്യും. പിന്നെ അതേമാതിരി ഇവിടെ കുറച്ച് ഷുഗർ കെയിൻ ഉണ്ട്. ഇതുപോലെ ഷുഗർ കെയിൻ നമ്മൾ പൊട്ടിച്ചെടുത്ത് നമുക്ക് എന്താക്കാം, അതടച്ചുകൊണ്ട് ബുക്കൊക്കെ ഉണ്ടാക്കി അത് ഡെക്കറേറ്റീവ് ബ്ലോക്കിന് വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് കുറച്ച് ഹണി കോംബ് ഇട്ടിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ ഈ വീട്ടിൽ വന്നപ്പോൾ ഇത് ആ മൂലക്ക് അങ്ങോട്ട് പോയിട്ട് പറഞ്ഞത് ഇവിടെ ആയിട്ടൊരു ഹണി നെസ്റ്റ് ഉണ്ടായിരുന്നു. ഹണീൻ്റെ എവിടെയൊന്നും ഉണ്ടായിരുന്നു, അതാകും ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വന്നപ്പോൾ ഇവിടെ തേനീച്ചുണ്ടെങ്കിലും പിന്നീട് ഇവിടെ തേനീച്ച് കാണില്ല, കണ്ടാൽ പാറിപ്പോയി. പിന്നെ അതിൽ നിന്ന് കോമ്പ് എന്തെങ്കിലും കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയി ഹണി നെസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ വേണ്ടി തേനീച്ചപ്പോൾ എന്ത് കാട്ടാൻ വേണ്ടി വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ബാക്ക് ഒരു വലിയ കുന്നുണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ട് പറഞ്ഞതാണ് എന്തൊരു തേനീച്ച അവിടെ ഉണ്ട്. നമ്മുടെ ഈ വീടിൻ്റെ ഷീപ്പൊക്കെ നിൽക്കുന്നതുണ്ടല്ലോ, ഈ ആടും ഷീപ്പ് ഇത് കോവൊക്കെ നിൽക്കുന്ന അതിൻ്റെ നേരെ ഈ മുകളിലുള്ള ഈ വലിയ കുന്നിൽ ഒരു ഹണി നെസ്റ്റ് ഉണ്ട്. അവിടെ പോയപ്പോൾ അവിടെ തേനീച്ചുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ തേനീച്ചിനൊക്കെ അവിടെ കൊണ്ടുവരാം. എന്നിട്ട് അതിൽ നമുക്ക് ഹണി ബ്ലോക്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഡെക്കറേഷൻ ഉപയോഗിക്കാം. എന്തായാലും നമ്മുടെ വീടിൽ ആദ്യം കണ്ട പോലെ നമുക്കിട്ട് ഡയമണ്ട് കൊണ്ട് ആദ്യം ഒരു പിക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ വീട്ടിൽ ആദ്യത്തെ ഡയമണ്ട് പിക്കാസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള ഡയമണ്ട് ഡയമണ്ടിൻ്റെ ഇതിൽ വെക്കാം, പെട്ടിയിൽ വെക്കാം. ഓക്കെ, ഇനി രാത്രി കിടന്നുറങ്ങിയിട്ട് നമുക്ക് എന്താക്കാം, എക്സ്പ്ലോർ ചെയ്യാം. എന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റത്തെ രണ്ടാമത്തെ വീഡിയോയിലായിട്ട് നമ്മളിത് കൊണ്ടുവരും ലക്ഷ് കേവ്. അപ്പോൾ ആ ലക്ഷ് കേവിലേക്ക് ഒന്ന് എന്താക്കാം, നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അവിടെ നിന്ന് കുറച്ച് ഗ്ലോബറയും ഒരു മോസി ബ്ലോക്കൊക്കെ കളക്ട് ചെയ്ത് കണ്ട് നമുക്ക് ഈ വീടൊക്കെ ഒന്ന് എസ്റ്റേറ്റ് ഇൻറ്റീരിയറും എന്തൊക്കെ ഡിസൈൻ ചെയ്യണം. അപ്പോൾ എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ ബോട്ടിൽ കയറാൻ അത്ര ദൂരമൊന്നുമില്ല, നേരെ തൊഴിഞ്ഞത് അപ്പുറത്തെ മലയിലാണ് നമ്മളെ മൈനിങ്, അവിടെയാണ് ലക്ഷ് കേവ് ഉള്ളത്. അതിന് അവിടെ എത്തിയിട്ട് ഞങ്ങൾക്ക് അപ്ഡേറ്റ് തരാം. അങ്ങനെ നമ്മുടെ ലക്ഷ് കേവിൽ എത്തിയിട്ടുണ്ട്. ലക്ഷ് കേവ് പറഞ്ഞാൽ ലക്ഷ് കേവിൻ്റെ ഒരു ചെറിയൊരു ഭാഗമുള്ളൂ, പക്ഷേ കേവ് ആയിക്കൊണ്ടൊന്നുമില്ല. ആദ്യം ഇവിടെ എവിടെയെങ്കിലും മൂവ് ഉണ്ടാക്കൂടെ, ഞാൻ അങ്ങോട്ട് ഇടയ്ക്ക് വന്നിക്കൊണ്ട് ടോർച്ച് ചെയ്തൊക്കെ ഒന്ന് പോകും. അല്ലെങ്കിൽ പിന്നെ ഓരോ സ്കെലട്ടനും സോംബിയൊക്കെ സ്പൂൺ ചെയ്താൽ നമുക്ക് മര്യാദയ്ക്ക് ഇറങ്ങാൻ പറ്റില്ല. സൈഡിലൊക്കെ സേഫാണെന്ന് നോക്കിയിട്ട് നമുക്ക് അത് ഇറങ്ങാം. ഒന്നാമത് നെറ്റ് സീനാണ്. ഇപ്പോൾ എന്തെങ്കിലും ഏതെങ്കിലും സോംബിയോ ക്രീപ്പറൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോട്ട് എന്തെങ്കിലും നമ്മൾ ചാവും. സേഫ്റ്റിക്ക് വേണ്ടി എല്ലായിടത്തും ഞാൻ ടോർച്ചൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇപ്പോഴത്തെ കൂടെ ഒന്ന് ചാടി വെക്കാം. ഒരു സോംബിന് സ്കെലട്ടനൊന്നും കാണില്ല. കുറച്ച് അകലുണ്ട് എന്തായാലും അവിടെ കിടക്കാം. അതിന് മുമ്പ് ജസ്റ്റ് എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അവിടെയൊക്കെ ഒന്ന് ലൈറ്റ് ചെയ്യണം. അവിടെ അവിടെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ലൈറ്റ് ചെയ്ത് കണ്ട് ആദ്യം മോബൊന്ന് സ്പോണാവാത്ത രീതിയിൽ നിൽക്കണം. എന്നിട്ട് നമുക്ക് ഇവിടെ നല്ല എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ താഴത്ത് ക്രീപ്പർ, അതാവുന്ന ആ സൈഡിൽ 2 ക്രീപ്പറുണ്ട്. അതിപ്പോൾ ടോർച്ച് ഇവിടെയും വെച്ചിട്ടില്ലെങ്കിൽ ഇതൊക്കെ എന്താ എല്ലായിടത്തും ഉണ്ടാവും, ക്രീപ്പറും സോംബിയും സ്കെലട്ടനൊക്കെ. നമുക്കാണെങ്കിൽ നെറ്റും മര്യാദയ്ക്ക് ഇല്ല, ഫോണിലാണ് കളിക്കുന്നത്. അതുകൊണ്ട് എന്താണ് എന്തെങ്കിലും ചാവുകൊണ്ട് വരുമ്പോൾ തന്നെ കൊന്നേക്കാം. 2 പറ്റും. ഓക്കെ, ഇവിടെ മോബൊന്നും ഇല്ല തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ലൈറ്റൊക്കെ വെക്കട്ടാൻ, ഇതൊക്കെ ഒന്ന് ലൈറ്റ് വെച്ച് സെറ്റാക്കിയുണ്ട്. അവിടുത്തെ ഗ്ലോബറിയും ഒക്കെ എടുത്ത് കൊണ്ടുപോകാം. അവിടുത്തെ കുറച്ച് ലാവുണ്ട്, ലാവ് ആദ്യം ഇതാക്കണം, മാറ്റണം. അവിടെ ഒരു ഡ്രോണുണ്ട്. ഡ്രോണ് സീനിയറാണ്, നമുക്ക് തല്ലി കൊല്ലാം. എന്തായാലും ഈ ലാവ് ആദ്യം അടക്കണം. നമ്മളതിൻ്റെ എരുത്തേക്ക് പോകണം. ഇവിടെ നിന്ന് കിട്ടുമോ?
ഇല്ല ഡിസ്റ്റൻസ് കുറച്ചുകൂടി മുമ്പ് പോയാലും ഇല്ല, കുറച്ചും കൂടി അങ്ങോട്ട് പോകണം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ലാവി നമ്മൾ എന്താക്കിയിട്ടുണ്ട് വെച്ചിട്ടുണ്ട്. ടോർച്ചൊക്കെ അല്ലെങ്കിൽ ഫുള്ളി ഇരുട്ടാവും. നമുക്ക് ലാവ സീനില്ല, നമുക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് എന്താക്കാം, ഒരു പ്ലാറ്റ്ഫോം കിട്ടണം. ഈ ഗ്ലോബറിൽ താഴത്തേക്ക് വെച്ചിട്ട് കുറച്ചൊരു പ്ലാറ്റ്ഫോം കുറച്ച് ജസ്റ്റ് കണ്ട് നമുക്ക് ആ ഗ്ലോബർ എടുക്കാം. അതാണ് നല്ലത്. കാരണം പിന്നെ താഴത്തേക്ക് പോയാൽ താഴത്ത് ഡ്രോൺ ഉണ്ട്, അതിൻ്റെയൊക്കെ നിർത്താട്ടി വാങ്ങേണ്ടി വരും. താഴത്ത് പോകാതെ വെക്കാൻ പറ്റുന്നല്ലോ. അത് തോന്നില്ല, നമുക്ക് നേരിട്ട് പോയി ഹാർവെസ്റ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ സുഭാഷ് ഇത്രയും കെട്ടിക്കൊണ്ട് വെറുതെ നേരെ താഴത്തേക്ക് തന്നെ പോയി. എന്തായാലും നമുക്ക് ഇറങ്ങിയെടുക്കാം. ഒരു ഡ്രോണുള്ളൂ, സീനില്ല തോന്നുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇറങ്ങിയ ഡ്രോണിനെ കൊന്നുകൊണ്ട് ഗ്ലോബർ എടുക്കാം. ആ ഡ്രോണിന് കൊന്ന് ഏതാ ഈ ഗ്ലോബർ ഞാൻ എടുത്തിട്ടുണ്ട്. എന്തായാലും ഗ്ലോബർ താഴത്തേക്ക് പോയത് എന്തുകൊണ്ടും നന്നായി എന്ന് വിചാരിക്കാം. കാരണം ഇവിടെ താഴത്തേക്ക് പോയപ്പോഴാണ് ഇവിടെ കുറച്ച് ഗോൾഡ് ഉണ്ട് സൈഡിൽ. നമുക്ക് ഗോൾഡ് കൊടുക്കാനായി. മറ്റേതെന്താ, ഈ ഗോൾഡ് കാണൂല, നമ്മൾ ആ ഗ്ലോബർ എടുത്തുകൊണ്ട് എന്താവും നമ്മൾ കയറിപ്പോവും. കുറച്ച് മോസി കൂടെ കൊടുത്ത് ഇപ്പോൾ ഗോൾഡും കിട്ടിയല്ലോ. വെള്ളം ഓക്കെ, ഇപ്പം എന്തായാലും വേറെ ഒന്നും കാണില്ല. എന്തായാലും ഇവിടെ കുറച്ച് മോസി ബ്ലോക്കും വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് തരാം. എല്ലാം കാണുന്നില്ല, ഒന്നുമില്ല. കുറച്ച് മോസിബിളൊക്കെ കൊടുത്തേക്കൊണ്ട് ഞാൻ വരാം. ഞാനതവിടെ ഇങ്ങനെ മോസിബിളൊക്കെ കിടക്കിനു കേട്ടോ. അപ്പോഴാണ് അതായത് ഈ സൈഡത്തെ ഈ സൈഡിലുള്ള മോസിബിളൊക്കെ എടുക്കാൻ ഓരോന്നെത്തുമ്പോൾ നേരെ താഴത്തേക്ക് കൊണ്ടുള്ളത്. അപ്പോൾ എന്തായി ഞാനും വെള്ളത്തൊക്കെ ചാടി എടുക്കാൻ തേണ്ടട സൈഡിൽ തൊട്ടതായിട്ട് ഡയമണ്ട്. ഓ എന്തായാലും ഒരു 2 ഡയമണ്ട് ഉണ്ട്. വേറെ ഉണ്ടോ നോക്കട്ടെ കേട്ടോ. ഉണ്ട്, വാടിയൊക്കെ സെറ്റിംഗ് ഉണ്ട്. ഒരു നേരത്തെ കണ്ട ഒരു കുറച്ച് കിട്ടിയതിന് വെള്ളത്തിൻ്റെ ഇടയിലായതുകൊണ്ട് സീനാണ്. ഓക്സിജൻ കിട്ടണേ നേരെ പോവുക, മൈൻ ചെയ്യാം. വെള്ളത്തിൻ്റെ ഇടയിൽ വെച്ചത് പെട്ടെന്ന് പൊട്ടണമില്ല, കുറച്ച് പണിയാണ്. അല്ല നമ്മളെ കയ്യിലല്ലേ ഡയമണ്ട് പിക്കേഴ്സ് ഉള്ളത്, പിന്നെ ഇതിലേക്ക് അയണായിട്ട് ഇങ്ങനെ തോണ്ടി വെക്കേന്. എന്തേലും ഇത് വേറെ ഈ സൈഡിലുണ്ട്, വെള്ളത്തിൽ നിൽക്കണ ഇത് വേറാണ്. ഇവിടെയും കുറച്ച് ഡയമണ്ട് ഉണ്ട്. ഇതെന്തായാലും ആദ്യം മൈൻ ചെയ്യാം. അപ്പോൾ ഒന്നുള്ളൂ കാണണില്ല. ഇവിടെ ഉണ്ട് 2 എണ്ണം. അപ്പോൾ എന്തായാലും ലക്കിയായി. ഇത് വേറെ ഇവിടെ താഴത്ത് വേറെ ഉണ്ട്. സോസെടുത്താണ്ട് താഴത്ത് കണ്ട ഇവിടെ താഴത്ത് വേറെ ഡയമണ്ട് ഉണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ പോയിച്ചത്. അപ്പോൾ മേലെയും കുറച്ചുണ്ട്, താഴത്തുണ്ട്. എന്തായാലും ഇങ്ങോട്ട് വന്നത് നന്നായി. അപ്പോൾ ഞാൻ വിചാരിച്ചു മറ്റേ ഇതുണ്ടല്ലോ, ഒരു ലീഫ് ഉണ്ടല്ലോ, എന്താ ലീഫിൻ്റെ പേരൊക്കെ ഓർമ്മയില്ല, സ്കെയിലൊക്കെ കാണാൻ ആ ലീഫൊക്കെ ഉണ്ടാവും വിചാരിച്ചു. ഞാൻ നോക്കില്ല. എന്തായാലും ഈ ഫീലിങ്ങിനൊക്കെ എപ്പോൾ നമുക്ക് ഡയമണ്ട് കിട്ടില്ല, നമുക്കത് മതി. ഇവിടുത്തെ ഡയമണ്ടൊക്കെ എടുക്കട്ടെ, അതൊന്നും കാണുന്നില്ല. ആദ്യം അടിയിട്ടത് ഫുള്ള് കൊടുക്കാം. അടിയിൽ ഇനിയും ഡയമണ്ട് ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് മേലെ പോവാം. ഈ മേലെത്തും കൂടി ഒന്ന് ഫുള്ള് കൊടുക്കാം. തുടങ്ങിയതൊക്കെ സീഡിലൊക്കെ നോക്കാം. സീഡിൽ ഇതേമാതിരി സീഡിലൊക്കെയാണ് സ്പോണാവുന്നുണ്ട്. അപ്പോൾ ഉണ്ടാ അത് വെച്ചപ്പോൾ അവിടെ ഉണ്ട്. അത്യാവശ്യം ഉണ്ട് ഉണ്ട് സീഡിൽ കഴിഞ്ഞു. ഇത് നമുക്ക് 2 സ്ഥലത്തന്നെ കിട്ടി നോക്കട്ടെ. അവിടെ ഡയമണ്ട് കേറുന്നില്ലല്ലോ, വെള്ളത്തിൽ കളിക്കുന്ന കേറി നിൽക്കാം കൊണ്ടുപോണില്ലേ ഇപ്പോൾ. ഓക്കെ, നമുക്ക് എത്ര ഡയമണ്ട് കിട്ടിയെന്ന്. ഓക്കെ, അവിടെ നമുക്ക് 9 ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്.
സൈഡിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കട്ടെ. ഇപ്പം ഇതേമാതിരി എവിടെയെങ്കിലുമൊക്കെ സൈഡിൽ 1-2 ഡയമണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. നോക്കട്ടെ, എല്ലാ സൈഡൊന്നും നോക്കിയിട്ട് പോവാം. പിന്നെ ഇങ്ങോട്ട് എല്ലാം ഉണ്ടാവില്ല കഴിഞ്ഞു തോന്നുന്നുണ്ട്. എന്തായാലും എല്ലാം കണ്ടാൽ തന്നെ ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് തരാം. സോ ഗൈസ്, അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കിട്ടിയ സാധനം കാണിച്ചു തരാം. അപ്പോൾ മൂസി ബ്ലോക്കും പിന്നെ അതിന് ഫ്ലവറിങ് ആസേലിയ, സാധാ ആസേലിയ. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എന്താ പിന്നെ കോപ്പറയും കിട്ടി. ആസേലൊക്കെ വെച്ച് കണ്ട് നമുക്ക് ആസേലത്തിൻ്റെ മരം ഉണ്ടാക്കുന്നതിൻ്റെ ലീഫൊക്കെ എടുക്കാം. അല്ല ഈ ക്ലോബർ ഇവിടെ വന്നോട്ടെ. അത് ഒന്നേ കിട്ടിയിട്ടുള്ളൂ. ഇനി നമുക്കിത് ബോൺ മീൽ ഇത് കണ്ട് കുറച്ച് ഉണ്ടാക്കിയാണ്ട് വീടിൻ്റെ സൈഡിലേക്ക് വെക്കാം. ഡെക്കറേറ്റീവ് ബ്ലോക്കായി കണ്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ബോൺ മീൽ ഉണ്ടാക്കണമെങ്കിൽ അതെന്താക്കണം, നമുക്കൊരു എന്താ കമ്പോസ്റ്റർ ഉണ്ടാക്കണം. നോക്കാം, ഒരു കമ്പോസ്റ്റർ ഒന്ന് ഗ്രാഫ് ചെയ്തിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാം. തുടങ്ങി വെക്കാമല്ലോ. എന്തെങ്കിലും ഡയമണ്ട് ഇതിലൊക്കെ നോക്കാം. നമ്മളെ കൈക്ക് എന്നാലേ വളരെ ഡയമണ്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഡയമണ്ട് പിക്കാസ് ഉണ്ടല്ലോ, അതും ഇതിനൊക്കെ ഇതിൻ്റെ അയൺ പിക്കാസ് വെക്കാം. പിന്നെ ഈ ഉണ്ടാക്കിയ കമ്പോസ്റ്റർ ഈ സൈഡിൽ വെക്കാം. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള ചപ്പും ചോറൊക്കെ ഇതൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് ബോൺ മില്ലാക്കാം. യോക്കിൻ്റെ ഒക്കെ സ്നാപ്പിന് കുറേ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ തീക്കിട്ട് കൊണ്ട് നമുക്ക് ബോൺ മില്ലാക്കാം. എത്ര ബോൺ മില്ല് ഇട്ടോ കേട്ടെ. ഞാൻ ഓരോ സ്നാക്ക് ഓക്കിൻ്റെ സാപ്ലിങ് ഓൾറെഡി മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ബാക്കിയുള്ളതൊക്കെ ഞാൻ ബോൺ മില്ല് ചെയ്യുന്നുണ്ട്. ഇതിന് എത്ര ബോൺ മില്ല് കിട്ടും കേട്ടെ. എൻ്റെ നാരായണല്ലോ അത് കുറച്ച് കിട്ടുന്നുള്ളൂ. ഒരു സ്നാക്ക് കൊടുത്തിട്ട് ഇപ്പോൾ 2 ബോൺ മില്ലാണ് കിട്ടിയത്. വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അറിയിക്കില്ല. വേറെ ഇവിടെ കുറേ സീഡ് ഉണ്ടായിരുന്നു, വീറ്റിൻ്റെ സീഡുകൾ. 2-3 സ്റ്റാക്കോളം വീറ്റിൻ്റെ സീഡുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ബോൺ മില്ല് ചെയ്തൊക്കെ കണ്ടിട്ട് കിട്ടും നമുക്ക് നോക്കാം. കാരണം ഈ സീഡ് ഫുള്ളും ചെയ്യാൻ കാരണം തന്നെയാണ് അപ്പുറത്ത് നമ്മൾ വീട്ടിൻ്റെ ഒരു ചെറിയ ഫാം ഉണ്ടാക്കിക്കണം. അപ്പോൾ അവിടെ നിന്ന് എന്തായാലും സീഡ് കിട്ടുന്നുണ്ട്. ഇതൊക്കെ കേട്ടെ ഫുള്ള് ബോണിൽ ചെയ്തിട്ട് അവസാനം നമുക്ക് ഇത്ര ബോണിൽ കിട്ടും നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് 12 ബോണിൽ കിട്ടിയിട്ടുണ്ട്. ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഗ്ലോബറി കുറച്ചൊന്ന് ഇത് വളരാനില്ല. ബോണിൽ ചെയ്താൽ വളരൂലേ? ഗ്ലോബറി മാത്രമേ കിട്ടുള്ളൂ. ഇതിന് ചൂടിൽ കൊടുക്കാറ് ഗ്ലോബറി പോയി ഗ്ലോബറി വെച്ചുകൊണ്ട് വെക്കാം. ഇതാവുന്നില്ല. അപ്പോൾ അത് പോയി. ഇവ അക്കപ്പാടെ കിട്ടിയ 2 എണ്ണേനു ബോൺമിൽ ചെയ്ത്. ഒന്ന് തൂക്കിയായിട്ടായിരുന്നു, ഒന്ന് തിന്നും ചെയ്ത്. എന്തായാലും നടക്കില്ല. നമുക്കുള്ള ബാക്കിയുള്ള ബോൺമിൽ കൊണ്ട് കിട്ടണ ഗ്ലോബർ കൊണ്ട് എടുക്കാം. ഇപ്പം എന്തായാലും നമുക്ക് തോന്നേണ്ടത് നാച്ചുറലായിക്കാണ്ട് വളരും. അല്ലെങ്കിൽ സൈഡിൽ ബോൺമിൽ ചെയ്താൽ വളരും. ഇതിലും ഇവിടെ ഇപ്പോൾ ക്ലിക്കിൻ്റെ ആ ടെക്സ്ചർ ചെറുതായത് കൊണ്ടാകുന്നുണ്ട്, ക്ലിക്ക് ചെയ്യാൻ പറ്റണില്ല. ഇതിൽ നമുക്ക് ഗ്ലോബർ കിട്ടിയോ നമുക്ക് ഇതൊക്കെ ഇപ്പോൾ കിട്ടൊക്കെ വെച്ചുകൊണ്ട് നമുക്കൊന്ന് ഇൻറ്റീരിയർ മെറ്റീരിയലൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കാം. സോ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ എക്സ്റ്റീരിയർ റെഡി ആക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഇതാണ് നമ്മുടെ ബെഡ്റൂമിൽ ഇരിക്കുന്നത്. അവിടെ ബെഡ് സൈഡിലേക്ക് ചെരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബാരൽ, ഒരു ടേബിളും ഒരു പോട്ടും, ഒരു പിക്ചറും, ഒരു ചെസ്റ്റ്. പിന്നെ നമ്മുടെ യെല്ലോ വൈറ്റ് കാർപ്പറ്റാണ് വെച്ചിട്ടുണ്ട്. ഇത് ചെസ് മോഡൽ കാർപ്പറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ബുക്ക് ഷെൽഫ്, 2 ലാൻഡണ് വെച്ചിട്ടുണ്ട്.
പിന്നെ അതവിടെ ഒരു പിക്ചറും വെച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ ബെഡ്റൂം. പിന്നെ നമ്മൾ താഴത്തേക്ക് വന്നതാ, ഈ ഭാഗത്തേക്ക് 2 ബാരൽ ഈ സൈഡിലും സൈഡിലും വെച്ചിട്ടുണ്ട്. അതേമാതിരി അതിന് സപ്പോർട്ടായതിനൊരു സ്റ്റെയർ തലവത്തിന് വെച്ചിട്ടുണ്ട്. നമ്മുടെതാ ഈ വീട്ടിലെ ഒരു ഡോഗ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, സെറ്റേക്കുണ്ട്. പിന്നെ ഇവിടെ ഒരു പഠിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ് രീതിയിലുള്ള ടേബിളും ചെയറും പിന്നെ ഒരു വേറെ ഡെക്കറേഷൻ, പിന്നെ ഒരു പിക്ചർ. ഇവിടെ ഒരു മെഴുകുതിരി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മളെ ഫർണസും ചെസ്റ്റും ഇവിടെ ഒരു ഡെക്കറേറ്റ് ചെയ്യാണ്ട് ബുക്ക് ഷെൽഫ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കാർപ്പറ്റ് അതേമാതിരി റെഡ് വൈറ്റ് ആണ്. പുറത്തേക്ക് വരുമ്പോൾ അതാ പുറത്ത് ഇങ്ങനെയാണ്. ഇവിടെ അതേമാതിരി തന്നെ ഗ്രീനും വൈറ്റും കാർപ്പറ്റ് വെച്ചിട്ടുണ്ട്. അതേമാതിരി നമുക്ക് ചില്ല് ഔട്ടായി ഇരിക്കാൻ വേണ്ടി ഇവിടെ ചെറിയൊരു ഔട്ട്ഡോർ സെറ്റപ്പ് റെഡിയാക്കിയിട്ടുണ്ട്, 3 ആക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ. ഇവിടെ ഒരു പോട്ട്, ഇവിടെ ഒരു മേത്തിരി. പിന്നെ എന്താ ഇവിടെ ഡെക്കറേറ്റുകളൊക്കെ കണ്ടല്ലോ, വലിയ പോട്ടും 2 ബാരൽ പിന്നെ ബുക്ക് ഷെൽഫ്, അങ്ങനെ ചെറിയൊരു സെറ്റപ്പ് ഇന്ത്യയുടെ ഇത് എക്സ്റ്റീരിയർ ആയിരിക്കണം. പിന്നെ അതിൻ്റെ ഒക്കെ അവിടെ ഗാർഡൻ സെറ്റാക്കിയിരുന്നു. ആ ഗാർഡൻ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഫ്രണ്ടത്തതാ ഇങ്ങനെയാണ്. നമ്മുടെ ഫയർ ഫ്ലൈസിൻ്റെ ഒക്കെ ബുഷുണ്ട്. പിന്നെ ഇതാ ഈ രീതിയിൽ നമ്മളെ കണ്ട ഈ കാർപ്പറ്റിന് വേണ്ടി ഈ ഷീപ്പിനൊക്കെ ടൈ ചെയ്താണ് മാറ്റി വെച്ചത്. പിന്നെ ഈ വീടിൻ്റെ സൈഡ് അത് എങ്ങനെയാണ് മേലെ ഗ്ലോബർ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് താഴത്ത് ചെറിയൊരു ഗാർഡനും പിന്നെ ഇവിടെ ലാൻഡാനും വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ബിൽഡ് ചെയ്യുക സൈഡിൽ. പിന്നെ ഫ്രണ്ടൊക്കെ വരുമ്പോൾ ഇതാ ഇവിടെ ചെറിയൊരു ഗാർഡൻ. പിന്നെ ഇവിടെ ചിമ്മനെ നമ്മൾ ബ്രിക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ അത് ലീഫ് കൊണ്ട് ചെറിയ ഡെക്കറേറ്റ്. ഫ്രണ്ടിലൊരു ചെറിയ മറ്റേ സ്വീറ്റ് പറി. പിന്നെ ഈ സൈഡൊക്കെ വന്നാൽ മറ്റേ സൈഡിൽ ഉള്ളത് മരന് മേലെ ഗോപറി, അതിൻ്റെ താഴത്തേക്കൊണ്ട് ചെറിയൊരു ഗാർഡനും. വലിയ മാറ്റം വരുത്തിയിട്ട് ചെയ്യാം. പിന്നെ താഴത്തെ ഞാൻ കുറച്ച് വിട്ടൊന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ സൈഡ് വ്യൂ എന്നതാ ഇങ്ങനെ ആക്കിയാൽ ഇതിൻ്റെ സൈഡ് വ്യൂ കാണേണ്ടത്. ഇതിൻ്റെ തൊട്ട് താഴത്ത് ചെറിയൊരു ഗാർഡൻ സെറ്റപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ പറഞ്ഞാൽ ഈ മോസി ബ്ലോക്കിൻ്റെ മേലെ എന്താക്കാം, നമ്മളൊരു ഹണി നെസ്റ്റ് ആക്കണം. ഇതെന്ത് നാച്ചുറലി ഉണ്ടാവുന്ന ഹണി നെസ്റ്റ് ഉണ്ടല്ലോ, അത് വെക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഹണി നെസ്റ്റ് ആ സൈഡിലുണ്ട്, ഞാൻ കാണിച്ചു തന്ന പോലെ. അതെടുക്കാൻ സിൽക്ക് ടച്ച് പിക്കാക്സ് ഒന്നുമില്ല, സിൽക്ക് ടച്ചിൻ്റെ ബുക്കൊന്നുമില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടിയിട്ട് നമുക്ക് റെഡിയാക്കാം. പിന്നെ വീടിൻ്റെ ബാക്ക് ഇതാ ഇങ്ങനെയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ വള്ളി പോയിട്ട് ഒന്ന് നേരെ അങ്ങോട്ട് ചിമ്മനി വെക്കും, നേരെ സൈഡൊക്കെ വയ്ക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മറ്റേ സേലിയൻ്റെ ഫ്ലവറും ഇതിൻ്റെ ലീഫും വെച്ചുകൊണ്ട് റെഡിയാക്കിക്കണം. പിന്നെ 2 സൈഡിലും മറ്റേ ചെറിയ ഗാർഡന് തന്നെ ഉള്ളൂ, വലിയ ഇതൊന്നുമില്ല. പിന്നെ മാറ്റം കൊണ്ട് വരുന്നത് വെച്ചാൽ അപ്പുറത്ത് നമ്മുടെ ഗാർഡൻ റെഡിയാക്കിയ പോലെ ഈ സൈഡിൽ ഇതിൻ്റെ താഴത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, ഫാമിൻ്റെ മുതൽ റെഡിയാക്കണം. ഇവിടുത്തെ പൊട്ടാറ്റും ക്യാരറ്റൊക്കെ കിട്ടിയിരിക്കണം. ബീട്രൂട്ട് കിട്ടിയ ഫുള്ളാവും ഇവിടെ. പിന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് മെലൻ്റെ ഒരു ഇതും ഏബേൽ ഇതേമാതിരി ബാരൽ, ഉള്ളിലൊരു ചെസ്റ്റ് ഉണ്ട്, ടൂളൊക്കെ അത് വെക്കാം. ബാരലുണ്ട്, ഇവിടെ ഹാർവസ്റ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ വെക്കാം. പിന്നെ പംകിൻ്റെ ഒരു ഇതും അതാണ് നടത്താനുള്ള കൗണ്ടും ഷീപ്പിൻ്റെ ചെറിയൊരു ഫാമ്. ഇത് ടെമ്പററിയാണ് നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു ചെറിയ ഹണി സെറ്റപ്പും റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് സ്റ്റോറേജിൻ്റെ റൂഫ് തന്നെ സെറ്റാക്കിയിട്ടുണ്ട്. ഈ വിൻഡോസിൻ്റെ ഇവിടെ ഇതാണ് മോഡല്. അതേപോലെ തന്നെ അവിടുത്തെ ഡോറ് ഞാൻ ഡാർക്ക് ഓക്ക് പ്ലാങ്ങിൻ്റെ ഡോറ് വെച്ചത് ഈ ഞാൻ വേൾഡ് കുറച്ച് എക്സ്പ്ലോർ ചെയ്തിരുന്നു. അപ്പോൾ അവിടുന്ന് കുറേ കുറേ വെറൈറ്റി ട്രീ ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ജംഗിൾ കിട്ടിയിട്ടുണ്ട്, അക്കേഷ്യ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, മാംഗ്രോ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് വിൻഡോ സെറ്റപ്പ്. ഇത് ഒരു വിൻഡോ ഇവിടെ, ഒന്ന് ഇവിടെ,
അതേപോലെ ഈ സൈഡിലും 2 വിൻഡോ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഗാർഡൻ്റെ അവിടെ. അപ്പോൾ സ്റ്റോറേജിന് ഉള്ളിൽ കയറാം. സ്റ്റോറേജിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് വരുമ്പോൾ തന്നെ ഇവിടെ ഒരു കാർപ്പറ്റ് ഉണ്ട്. ഈ സൈഡിൽ നമ്മൾ ഫുള്ള് വുഡിൻ്റെ ടൈപ്പ് വെച്ചിട്ടുള്ളത്. ഇവിടെ മൈനിങ് മറ്റേ മോബ് ഡ്രോപ്പൊക്കെ കിട്ടുന്ന സാധനങ്ങളും. ഇവിടെ പിന്നെ നമ്മളെ വാല്യബിൾ ഐറ്റംസും മറ്റേ ലൈറ്റിൻ്റെ സെറ്റപ്പും. ഇവിടെ കമ്പോസ്റ്റർ ചേർത്തുള്ളത്. അപ്പോൾ പിന്നെ പുറത്തേക്ക് പോയാൽ കാണിച്ചാൽ ഏതൊക്കെ വുഡിൻ്റെ ടൈപ്പ് ഏതൊക്കെ കിട്ടി വെച്ചാൽ അതിൻ്റെ ഇടയിൽ കുറച്ച് എക്സ്പ്ലോറൊക്കെ ചെയ്യാൻ പോയിരുന്നു. അപ്പോൾ അങ്ങനെ കിട്ടിയതാണ്. അടുത്ത കണ്ടത്തേക്ക് പൊട്ടാറ്റും ക്യാരറ്റൊക്കെ ഇവിടെ ഉണ്ട്. അതേമാതിരി മാംഗ്രോവിൻ്റേത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേമാതിരി ഇവിടെ അക്കേഷ്യ ഓൾറെഡി കിട്ടിയതാണ്. അക്കേഷ്യ സ്പ്രൂസും ഈ ഭാഗത്തുണ്ട്. ഉണ്ട് ഇവിടെ നമ്മളെ ജങ്കിൻ്റെ അതുണ്ട്. പിന്നെ നമ്മളെ ഡാർക്ക് ഓക്കും അങ്ങനെ ഏറെക്കുറെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കിട്ടുള്ളത് വെച്ചാൽ അതുണ്ടല്ലോ പുതിയൊരു ഇതുണ്ടോ പെയിലോക്കോ, ഒരു വൈറ്റ് ഇതായിക്കണ്ട് പെയിലോക്ക് തന്നെ. അതും കൂടെ ഉള്ളൂ ഈ ഓവർവേളിൽ നിന്ന് കിട്ടാനുള്ള ഫുഡ് ടൈപ്പ്. എന്തായാലും ഇനി അടുത്ത വീഡിയോ നമ്മൾ ഉദ്ദേശിക്കേണ്ടത് എന്താ വെച്ചാൽ ഈ ഭാഗത്ത് ഈ കുളം ഒന്ന് കസ്റ്റ് ആക്കി നമുക്കൊരു കസ്റ്റിംഗ് കൊണ്ട് ചെറിയ പിടിച്ച് വെട്ടിട്ട് ഉണ്ടാക്കണമെന്നാണ്. അല്ലെങ്കിൽ ഒരു മോബ് ഫാം ഉണ്ടാക്കണം. കുറച്ച് ബോൺ മീലിനും വേണ്ടിയാണ്. അതില്ലാതെ നമുക്ക് ബാക്കി ബിൽഡൊന്നും ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ ഗായ്സ്. അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ലാസ്റ്റ് പറഞ്ഞ പോലെ അടുത്ത വീഡിയോ ഏതാ വേണ്ടതെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സജസ്റ്റ് ചെയ്യാം. ഇത് മോബ് ഫാമാണോ അതോ കസ്റ്റം പോണാണോ വേണ്ടതെന്നും താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.